സന്തോഷ് വർക്കി എന്ന ആറട്ടണ്ണനെ കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് കരുതുന്നു. മോഹൻലാലിന്റെ ആറട്ട് എന്ന സിനിമയിലൂടെ സിനിമ റിവ്യൂ പറഞ്ഞുകൊണ്ട് ഫേമസ് ആയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിം കിട്ടിയ ഒരാളാണ് സന്തോഷ് വർക്കി. ഞാൻ എന്തായാലും പുള്ളിക്കാരനെ പറ്റി കൂടുതൽ വലിച്ചു നീട്ടാത്ത കാര്യത്തിലൂടെ കടക്കാം. അദ്ദേഹത്തിന്റെ ഇപ്പൊ പുതുതായിട്ട് വന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്നത് ബഹുഭൂരിപക്ഷവും ഇംഗ്ലീഷിൽ തന്നെയാണ്. ആ ഒരു ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഫ്ലുവൻസി കേട്ടിട്ട് നമുക്ക് മനസ്സിലാവും ഇംഗ്ലീഷിൽ എത്രത്തോളം ജ്ഞാനമുണ്ട് എന്നുള്ളത്. സത്യത്തിൽ സന്തോഷ് വർക്കി എന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം ഒരു കേമനാണ് എന്നുണ്ടെങ്കിലും വകതിരിവിൽ അദ്ദേഹം വലിയൊരു വട്ടപൂജ്യം തന്നെയാണ്. എല്ലാം കൂടെ ഒരാൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. കയ്യിലുള്ളത് പ്രയോഗിക്കാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ കണ്ട് എല്ലാവർക്കും കലങ്ങുമെന്നാണ് കരുതുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ നിലവിൽ അദ്ദേഹം ഒരു PhD ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അത് കൂടാതെ തന്നെ അദ്ദേഹം വലിയൊരു ഫിലോസഫറാണ് എന്നെല്ലാം അദ്ദേഹം തന്നെ ഇന്റർവ്യൂവിൽ പലതവണ ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷേ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ, ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോൾ അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന ഒരു കോമാളിയെ പോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ ആറട്ടെണ്ണം പറയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സമൂഹം ഒരു കോമാളിയെ പോലെ കാണുന്നു എന്ന്. പക്ഷേ ഈ ഒരു കോമാളിയെ പോലെ കാണാൻ വഴി തെളിയിച്ചു കൊടുക്കുന്നത് ആരാണ്? അത് അദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ പിന്നാലെ വാല് തൂങ്ങി നടക്കുന്ന കുറേ പേരുണ്ട്. ഇതുപോലെ ഓരോ സിനിമന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് പൊട്ടത്തരം കാണിക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് അലിൻ ജോസ് പെരേര. പിന്നെ എന്തുകൊണ്ടായിരിക്കും സന്തോഷ് വർക്കി ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ പിന്നെ സൊസൈറ്റിക്ക് മുമ്പിൽ ഒരു ഫെയിം കിട്ടില്ല. നാലാൾ അറിയപ്പെടുകയില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫെയിമായ ഒരാളാവാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം.